ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം. നിലവിലെ 20 ചോദ്യത്തിന് പകരം ഇനി 30 ചോദ്യങ്ങൾ ഉണ്ടാകും. 18 ഉത്തരമെങ്കിലും ശരിയാകണം. ഓരോ ഉത്തരം മാർക്ക് ചെയ്യാൻ 30 സെക്കൻഡുകൾ നൽകും. പുതിയ സമ്പ്രദായം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സലീം മാലിക് തിരുവനന്തപുരം ചെയ്യുന്നു. സലീം, സ്റ്റിയറിംഗ് പിടിക്കും മുമ്പ് റോഡ് നിയമങ്ങൾ എത്രത്തോളം അറിയാമെന്നുള്ളതിന്റെ ഒരു പരീക്ഷയാണ്. അത് കൂടുതൽ കടുപ്പമാവുകയാണോ? പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ? സുഹൈൽ, കൂടുതൽ കടുപ്പമാകുന്നു എന്നതിനപ്പുറത്തേക്ക് അത് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു സ്ഥിതി വരുന്നതോടുകൂടി റോഡ് നിയമങ്ങളിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ചോദ്യങ്ങളുടെ കട്ടി നേരത്തേതുപോലെ തന്നെയാകും തുടരുക. ഈ ഒക്ടോബർ 1 മുതലാണ് പുതിയ സമ്പ്രദായം നിലവിൽ വരിക എന്നുള്ളതാണ്. നിലവിൽ 20 ചോദ്യങ്ങൾ, അതിൽ 12 എണ്ണം ശരിയാക്കണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ നിയമം. നിലവിലത് 10 ചോദ്യങ്ങൾ കൂടി വർദ്ധിപ്പിച്ച് 30 ചോദ്യങ്ങളാക്കിയിട്ടുണ്ട്. 20-ന് പകരം 30 ചോദ്യം ചോദിക്കും. അതിൽ 12-ന് പകരം 18 ഉത്തരങ്ങളെങ്കിലും ശരിയാക്കണം എന്നുള്ളതാണ് പുതിയ നിയമം പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഓരോ ചോദ്യത്തിനും സെക്കൻഡുകൾ, ഈ ഉത്തരം പറയാനുള്ള സെക്കൻഡുകൾ കൂടി കൂട്ടിയിട്ടുണ്ട്. 30 സെക്കൻഡ് പുതിയ നിയമം പ്രകാരം ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ 30 സെക്കൻഡ് ലഭിക്കും. ഒപ്പം തന്നെ ഈ ചോദ്യങ്ങളുടെ ഒരു സിലബസ് നിലവിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ലീഡ്സ് എന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മൊബൈൽ ആപ്പിലാണ് ചോദ്യങ്ങളുടെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. മോക്ക് ടെസ്റ്റും ആപ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ മോക്ക് ടെസ്റ്റ് ആദ്യം പങ്കെടുക്കണം. മോക്ക് ടെസ്റ്റിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ ഈ നേരിട്ടുള്ള ടെസ്റ്റിലേക്ക് പങ്കെടുക്കാനായി പറ്റൂ. ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റിലെ വിവിധ ഘട്ടങ്ങൾ പാസ്സാകുമ്പോൾ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റുകൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, നേരത്തെ തന്നെ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ലൈസൻസ് എടുക്കുന്നതിന് മുൻപുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള നിയമം കൂടി വരുന്നുണ്ട്. നേരത്തെ അത്തരത്തിലൊരു നിയമമില്ലായിരുന്നു. എല്ലാവർക്കും ആ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടതായിരുന്നു നിയമം. അത് മാറുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ MVD ലീഡ് ടെസ്റ്റ് ഇനി പാസ്സാകാൻ സ്കൂൾ പരിശീലകർ കൂടി പാസ്സാകണം എന്നുള്ളതാണ്. അങ്ങനെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ആ നിലയിലേക്ക് ഇനിയിപ്പോൾ ഇതിന്റെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയൂ എന്നുള്ളൊരു നിയമം കൂടി വരികയാണ്. ഈ ടെസ്റ്റ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശീലകനാകാനും കഴിയൂ എന്നുള്ളൊരു കടുപ്പപ്പെട്ട നിയമത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. ഗതാഗത വകുപ്പിലെ അടിമുടി പരിഷ്കാരത്തിന്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ. MVD ഉദ്യോഗസ്ഥർക്കും സർവീസ് ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നൽകണമെന്നും പുതിയ നിയമപ്രകാരം പറയുന്നു. ഇത് ഒക്ടോബർ 1 മുതൽ നടപ്പിലാക്കാനാണ് ആലോചന. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.